Tiju Academy, Tiruvalla. So welcoming you all to this OET speaking live session. So എല്ലാവരും വരുന്ന വരെ കുറച്ച് നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. So I hope you all are doing well. എല്ലാവരും സേഫാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ജോയിൻ ചെയ്യുന്നവർ നിങ്ങളുടെ സ്പീക്കിംഗ് സെഷൻ, അതായത് ഇപ്പം ഈ ഒരു ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്പീക്കിംഗ് സെഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടോ? ക്യാൻ യു പ്ലീസ് കമൻറ്റ് ഡൗൺ. എന്തെങ്കിലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്യാവശ്യം എന്നെക്കൊണ്ട് കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള പ്രോഗ്രസ് എങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Yes, Sindhu, good morning. Lissy, Augustin, good morning. Das, Peter, good morning. Neetu, Vinod, good morning. Julie, Joseph, Rajita, Pramod, good morning everyone. Good morning Minimol, Sheila, good morning. Gia, Eben, good morning. ഓക്കെ, സോ ഇപ്പം ജോയിൻ ചെയ്തവരൊക്കെ ഒന്ന് പറയാമോ? ഡു യു സീ എനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ യുവർ സെൽഫ്? എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഇംപ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സ്പീക്കിംഗ് സെഷൻസിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ശരണ്യ, യെസ്, ഗുഡ് മോർണിംഗ് ശരണ്യ. മഞ്ജു മേരി മാത്യു, ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. റോഷ്നി, ഗുഡ് മോർണിംഗ്. ഓക്കെ, നിങ്ങൾക്കിപ്പം എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ആയിട്ട് സ്റ്റിൽ തോന്നുന്നത്? ലൈക്ക് ഇപ്പം എന്നെക്കൊണ്ട് ഇന്നതിലാണ് എനിക്ക് കൂടുതൽ പ്രോബ്ലംസ് തോന്നുന്നത്. സോ ദാറ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ലൈവ് സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രോബ്ലംസിന് എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്കൊരു ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് സ്പീക്കിംഗ് മോഡ്യൂളിൽ നിങ്ങൾക്ക് തോന്നുന്നുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ഓഫ് യു വിൽ കമൻറ്റ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ സ്പീക്കിംഗ് മോഡ്യൂളിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. താങ്ക് യു നീതു. റീഅഷ്വറൻസസ് ആണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, ഗുഡ് മോർണിംഗ് ജിബി ചാക്കോ. Yes, Jishma Elias, good morning. Okay, so let's move on to the warm-up session. Yes, Manju, സംസാരിക്കുമ്പോൾ അറിയാതെ ഷുഡ് മസ്റ്റ് എന്നൊക്കെ വരാറുണ്ട്. ഓക്കെ, രജിത പ്രമോദ്, ഡിഫറെൻറ്റ് ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലനേഷൻ തരാമോ? യെസ്, ടാസ്ക് ബൈ ടാസ്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഫൈൻ. So now we can move on to the warm-up session. So this is our first question. Why did you choose nursing as your profession? ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമുക്ക് വാമപ്പിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തു? സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ഒരു കോമൺ ആൻസർ ഉണ്ട്. അതായത് ഇപ്പം ഐ ചോസ് നഴ്സിംഗ് ബിക്കോസ് ഇറ്റ് വാസ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം ടു ബിക്കം എ നഴ്സ്. എൻ്റെ കുഞ്ഞിലെയുള്ള ആഗ്രഹമായിരുന്നു നഴ്സ് ആവുക എന്നുള്ളത്. ഇതൊന്ന്. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് എ സർവീസ് ഓറിയൻറ്റഡ് ആൻഡ് നോബിൾ പ്രൊഫഷൻ. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടും നോബിൾ പ്രൊഫഷനും ആണ് ഈ ഒരു സെൻറ്റൻസ്. പിന്നെ നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് വൈഡ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബോത്ത് നേറ്റീവ് ആൻഡ് അബ്രോഡ്. അതായത്
നമ്മുടെ ഈ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ നമുക്ക് നാട്ടിലാണെങ്കിലും ഈവൻ അബ്രോഡ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ്. അത് നമ്മൾ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈ മദർ അല്ലെങ്കിൽ മൈ റിലേറ്റീവ്സ് ആർ നഴ്സസ് ആൻഡ് ദെയർ സ്റ്റോറീസ് ഇൻസ്പയർഡ് മീ ടു ചൂസ് ദിസ് പ്രൊഫഷൻ. എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ലൈക്ക് ബന്ധുക്കളോ ആരെങ്കിലും നഴ്സസാണ്. അപ്പം അവരുടെ സ്റ്റോറീസ്, അവർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ആൻസർ. ഇനി ഇതിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആണോ നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്തതിൻ്റെ റീസൺസ്? ഇനി വീട്ടുകാർ എന്താ പറയുക, എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ നഴ്സിംഗിലേക്ക് വന്നത്, അങ്ങനെയുള്ളവർക്കും കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ക്യാൻ യു ടെൽ മീ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്? എന്തുകൊണ്ട് നിങ്ങൾ നഴ്സിംഗിലേക്ക് വന്നു? എല്ലാവരും ഇഷ്ടത്തോടെ വന്ന പ്രൊഫഷനാണോ നഴ്സിംഗ്? പ്രൊഫഷൻ ഒരുപാട് താല്പര്യത്തോടെ എടുത്തവരാണോ നിങ്ങൾ? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, യെസ്, ഒരു സേഫർ പ്രൊഫഷനാണ് കമ്പയർഡ് ടു എനി അതർ പ്രൊഫഷൻ. നമുക്ക് കുറച്ചുകൂടെ സേഫർ പ്രൊഫഷനാണ്, അതൊരു ഓപ്ഷനാണ്. പിന്നെ എനി അതർ റീസൺസ് നിങ്ങൾ നഴ്സിംഗിലേക്ക് വന്നതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മൈ മദർ ഫോഴ്സ് മീ ടു ചൂസ് നഴ്സിംഗ്. അമ്മ നിർബന്ധിച്ച് കയറ്റിയതാണ്. ഓക്കെ. ബിക്കോസ് ഓഫ് മൈ ഡാഡ്സ് ഡ്രീം. ഓക്കെ. കരിയർ ഗ്രോത്ത്, അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മകളെ ഒരു നഴ്സ് ആക്കണം എന്നുള്ളത്. ഇനീഷ്യലി ഐ സ്റ്റാർട്ടഡ് വിത്ത് മൈ പേരൻസ് വിഷ്, ബട്ട് നൗ ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ പാരൻസ് ഫോഴ്സ് ചെയ്തു, പക്ഷേ പിന്നെ ആയപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനോടൊരിഷ്ടം ഉണ്ടാവണം, അങ്ങനെയാണല്ലോ. പിന്നെ പേരൻസ് ആൻഡ് റിലേറ്റീവ് സ്റ്റോറി. ഓക്കെ. പേരൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും സ്റ്റോറീസ് നമ്മളെ കുറച്ച് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും, നമ്മൾക്ക് ഭയങ്കര കരിയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പം നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളവർ ഉണ്ടാവും. എനി അതർ റീസൺസ് നിങ്ങൾ നഴ്സിംഗിലേക്ക് വന്നതിന്? എനി അതർ റീസൺസ് നിങ്ങൾ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിന്? എനി അതർ റീസൺ? മൈ മദർ വാസ് എ നഴ്സ്. ഓക്കെ. അമ്മ നേഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നേഴ്സാണെങ്കിലും നമ്മൾ നഴ്സിംഗിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം അവരുടെ എന്താ പറയുക വേ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ദ പേഷ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ ഭയങ്കര എന്താ പറയുക നമുക്കൊരു ഭയങ്കര ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പ്രൊഫഷനാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി ടു അപ്ഗ്രേഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു മേക്ക് സം മണി. ഓക്കെ, അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല, കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇറ്റ്സ് റിയലി നെസസറി ഇൻ ദിസ് പ്രൊഫഷൻ. നല്ല രീതിയിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റുന്ന ഒരു പോയിൻ്റ് അല്ല. ഇറ്റ്സ് എ വെരി നെസസറി പോയിൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഓക്കെ. എനി അതർ റീസൺസ്? വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ നഴ്സിംഗിലേക്ക് വന്നതിന്? ഇപ്പം ഒരു സർവീസ് ഓറിയൻറ്റഡ് പ്രൊഫഷനാണ്, അതായത് ആൾക്കാരെ സെർവ് ചെയ്യാം. യെസ്, നീതു, നഴ്സിംഗ് ഹെൽപ്സ് ഇൻ എവറി ഡേ ലൈഫ് എസ്പെഷ്യലി ഇൻ ഫാമിലി ലൈഫ്. യെസ്, അതും ഒരു കാര്യമാണ്. നമുക്കിതിൽ മാത്രമല്ല, നമുക്കല്ലാതെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനായിട്ടും എല്ലാത്തിനും നമുക്ക് ഓക്കെയാണ്. എനി അതർ റീസൺസ്? വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ഇപ്പോൾ ഇതൊരു ഭയങ്കര നോബിൾ പ്രൊഫഷനാണ്, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ, അല്ലെങ്കിൽ ഇത് ഒരു സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഡെഡിക്കേഷനാണ് എന്നുള്ള രീതിയിൽ? എനി അതർ റീസൺസ്? ഓക്കെ. സോ നിങ്ങളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇപ്പം ഞാനൊരു ആൻസറും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ആൻസർ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ അക്കാഡമീസിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നൊരു ആൻസറാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ കോമൺ ആയിട്ട് നമുക്ക് മെജോറിറ്റി ഇൻ്റലക്ച്വൽസും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുമാണ്.
അപ്പം ഇതിൽ നമ്മളിപ്പം ഐ ചോസ് നഴ്സിംഗ് ബിക്കോസ് ഇറ്റ് വാസ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേ മെജോറിറ്റി ഇൻ്റലക്യൂട്ടേഴ്സിനും ബാക്കി ആൻസർ മനസ്സിലാവും. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ബാക്കി പറയാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഐ ചോസ് നഴ്സിംഗ് because of an incident which happened during my childhood days. ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തതിൻ്റെ ഒരു റീസൺ എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിലെ, അതാണ് ചൈൽഡ്ഹുഡ് ഡേയ്സ്, എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ വെച്ചിട്ടാണ് ഞാൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈനിൽ നമ്മൾ പറയാൻ പോകുന്നത് ആ ഇൻസിഡൻറ്റിനെ പറ്റിയാണ്, അതായത് എന്താണ് സംഭവിച്ചത്. During my childhood days, I had a fever which was very severe, and it was there, അല്ലെങ്കിൽ I had the fever for around 6 to 7 days, which made my parents very panic about my condition. എനിക്കൊരു പനി വന്നു കുഞ്ഞായിരുന്ന സമയത്ത്, അതായത് ചെറിയൊരു പ്രായത്തിൽ. അപ്പം ഒരു 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ പനിയൊക്കെ വളരെ കോമൺ ആണ്. കോവിഡൊക്കെ വരുന്നതിന് മുൻപായതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ കരുതലുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. നമ്മൾ തന്നെ കുഴപ്പമില്ല, കൊച്ചിനല്ലേ എന്നൊക്കെ ഓർത്ത് നമ്മളങ്ങ് മാനേജ്മെൻറ്റ് എടുക്കത്തേ ഉള്ളൂ. അപ്പം ഒരു 3-4 ദിവസമായി, 5-ാം ദിവസമായപ്പോഴും കുറയാതെ ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാർ, അതായത് എൻ്റെ ഫാമിലിയിലുള്ളവർ കുറച്ച് പാനിക്കായി. കാരണം കുറയുന്നില്ല, സ്റ്റിൽ അതേപോലെ തന്നെ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വന്നപ്പം അവർ ജസ്റ്റ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ആസ് മൈ കണ്ടീഷൻ വാസ് ഗെറ്റിംഗ് വേഴ്സ്, മൈ പേരൻസ് ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഐ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഫോർ 3 days, 3 ദിവസത്തേക്ക്. So during that time the nurses took care of me very well. They would spend time with me. അവർ കുറച്ച് ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. They would communicate with me very well. And ഒരു കുഞ്ഞാണ്, അപ്പം ഇഞ്ചക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കുഞ്ഞുങ്ങളാകുമ്പം എനിക്ക് തോന്നുന്നു മെജോറിറ്റി പേരുടെ കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഇപ്പോഴും കുറച്ച് പേടിയുള്ള കാര്യമാണ്. അപ്പം ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് പേടിയുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി ആയിട്ടുള്ള സമയത്തും ഞാൻ ഇഞ്ചക്ഷൻസിൻ്റെ കേസ് പറയുമ്പം വേണ്ട, നമുക്ക് മരുന്ന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കാം, അതല്ലേ നല്ലേ എന്ന് പറഞ്ഞ് പരമാവധി ഞാൻ അത് ഓപ്ഷൻ മാറ്റാൻ നോക്കുമായിരുന്നു. പക്ഷേ അവർ വളരെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. സോ ദ വേ ദേ ടുക്ക് കെയർ ഓഫ് മീ ആൻഡ് ദ വേ ഹൗ ദേ സ്പോക്ക് ടു മീ, അല്ലെങ്കിൽ ദ വേ ഹൗ ദേ മാനേജ്ഡ് മീ റിയലി ഇൻസ്പയർഡ് മീ. And one more thing, the way how they took care of the other patients in a ward. ഒരു വാർഡിൻ്റെ അകത്ത് ബാക്കിയുള്ള പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യുന്നു, ഇതെല്ലാം കണ്ടിട്ടാണ് ഐ ചോസ് നഴ്സിംഗ് ആസ് മൈ പ്രൊഫഷൻ. അതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് വന്നതിൻ്റെ മെയിൻ റീസൺ. So this incident inspired me a lot to choose nursing as my profession. So ഇതാണ് എൻ്റെ ആൻസർ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ 2 ആൻസർ തന്നല്ലോ, അപ്പം ഇതിൽ ഏത് ആൻസറാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ എന്നുള്ളത്. ദ റീസൺ ഇസ് ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ഒരു ആൻസർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാർട്ടിങ് കേൾക്കുമ്പം നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഏതൊരാൾക്കും നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിലും കൂടുതൽ ഒരു കഥ കേൾക്കാനാണ് ഏതൊരാൾക്കും ഇൻട്രസ്റ്റ് ഉള്ളത്. അതും നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥയാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കും കേൾക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സ്റ്റോറി കൊടുക്കുമ്പം ബാക്കിയുള്ള, ഇപ്പം നമ്മളൊരു സെൻറ്ററിൽ ഡേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു 100 പിള്ളേർ അവിടെ വരുന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 10 പിള്ളേർ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ്. ഇത് നടക്കണമെന്ന് ഞാൻ യാതൊരു നിർബന്ധവും പറയത്തില്ല. സോ ഇത് നടക്കണം, അല്ലെങ്കിൽ ഇത് നടന്നാലേ നിങ്ങൾക്കിത് പറയാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കഥ ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതിൻ്റെ റീസണായിട്ട് നമ്മളൊരു സ്റ്റോറി പറയുവാണ്, വിച്ച് വുഡ് ബി എ വെരി ഗുഡ് ഇംപ്രഷൻ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഇൻ്റലക്യൂട്ടേഴ്സ്. നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഇൻ്റലക്യൂട്ടറായിട്ട് ഇരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അവരുടെ മുൻപിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് യു ക്യാൻ സ്റ്റാർട്ട് യുവർ റോൾ പ്ലേ സെഷൻ.
റോൾ പ്ലേ തുടങ്ങുന്നതിന് മുൻപ് നല്ല രീതിയിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കി. കാരണം അവർക്കും അറിയാം ഒരു ബൈ ഹാർട്ട് ആൻസർ എല്ലാ ഇടത്തും പോകുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു സ്റ്റോറി പറയുമ്പം അവർക്ക് നമ്മളെ പറ്റിയിട്ടുള്ളൊരു നല്ല ഇംപ്രഷനോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് യുവർ ബെസ്റ്റ് ഇംപ്രഷൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു OET നമുക്കതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഓൾവേസ് യുവർ ലാസ്റ്റ് ഇംപ്രഷൻ. ആദ്യം ഉണ്ടാക്കുന്ന ഇംപ്രഷൻ ആയിരിക്കും എപ്പോഴും നമ്മുടെ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ലാസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, സോ വിൽ ദ വാം-അപ്പ് ബി ഇവാലുവേറ്റഡ്? വാം-അപ്പ് ഇവാലുവേറ്റഡ് അല്ല, പക്ഷേ വാം-അപ്പ് റെക്കോർഡഡ് ആയിരിക്കും, അസസ് ചെയ്യുന്നതല്ല. നിങ്ങളുടെ ടോൺ അറിയണം, അതായത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു ജനറൽ രീതി എന്താണ് എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വാം-അപ്പ് സെഷൻ വെക്കുന്നത്. അതായത് ഇപ്പം ചിലർ സംസാരിക്കുമ്പോൾ പൊതുവേ ഒരു ലാഗ് ഉണ്ടാവും. അവർ വലിച്ചു നീട്ടി, പർപ്പസ്ഫുള്ളി വലിച്ചു നീട്ടുന്നതല്ല, അവരുടെ പൊതുവെയുള്ള സംസാര രീതിയെ ഇച്ചിരി നീട്ടിയായിരിക്കും പറയുന്നത്. ചില സ്റ്റുഡൻസിന് കുറച്ചുകൂടെ സ്പീഡായിരിക്കും, അതായത് ടെൻഷൻ കൊണ്ടല്ല, അവരുടെ നാച്ചുറൽ ടോണെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. സോ ആ രീതി കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ 5 minutes, അതായത് നിങ്ങളുടെ റോൾ പ്ലേയിലെത്തുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻറ്റോനേറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു ടോൺ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സിമ്പത്തി ആൻഡ് എംപതി പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ വാം-അപ്പ് സെഷൻ വെച്ചിരിക്കുന്നത്. സോ നമ്മൾ വാം-അപ്പിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, അതായത് വളരെ നാച്ചുറലായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു വാം-അപ്പ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ആൻസറിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? യെസ്, നമുക്ക് ജോബ് പോസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് വിജയ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ ക്രഷാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത്, അതുകൊണ്ട് പുള്ളിക്കാരിയെ ഫോളോ ചെയ്തു വന്നു. സോ നൗ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് പ്രൊഫഷൻ വെരി മച്ച്, വിജയ്. Okay, so I hope everybody is clear. So now we are moving on to the role play part. So first, നമുക്ക് ജസ്റ്റ് ഈ റോൾ പ്ലേ കാർഡ് ഒന്ന് വായിക്കാം. The first thing is setting, patient home, അതായത് പേഷ്യൻറ്റിൻ്റെ വീട്, വിച്ച് ഇസ് എ ഹോം വിസിറ്റ്. ഓക്കെ, ഇനി നഴ്സ് എന്ന് പറയുന്ന പോർഷനിൽ യു ആർ മേക്കിംഗ് എ ഹോം വിസിറ്റ് ടു എ പേഷ്യൻറ്റ് ഹൂ ഇസ് സഫറിങ് ഫ്രം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അപ്പം നമുക്ക് ആ വേർഡ് രണ്ട് രീതിയിൽ തരാം. ഒന്നെങ്കിൽ ഹൂ ഇസ് സഫറിങ് ഫ്രം COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ, നിങ്ങൾക്ക് സ്ലൈഡ് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ക്ലിയർ ആണോ? ആൻഡ് മൊബിലിറ്റി ഈസ് നൗ എ പ്രോബ്ലം. അപ്പോൾ പേഷ്യൻറ്റിന് മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ദ പേഷ്യൻറ്റ് സ്പൗസ് ഹാസ് ബീൻ കെയറിങ് ഫോർ ഹിം ഓർ ഹെർ അറ്റ് ഹോം. സ്പൗസ് എന്നുദ്ദേശിക്കുന്നത് ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ളതാണ്. ദി സ്പൗസ് ഹാസ് ബീൻ കെയറിങ് ഫോർ ഹിം ഓർ ഹെർ അറ്റ് ഹോം ഫോർ 2 years. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നത് അയാളുടെ ഭാര്യയാണ്. ഇമാജിൻ ചെയ്യുക, ഒരു ഭാര്യയാണ് കെയർ ചെയ്യുന്നത് 2 വർഷമായിട്ട്. പക്ഷേ റീസെൻ്റായിട്ട് ഈ ഭാര്യ ഒരു ജോലിക്ക് തിരിച്ചു കയറി. യു ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആൻ അസസ്മെൻറ്റ്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആണ്, ശ്രദ്ധിക്കുക. ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ അസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എക്സാമിൻഡ് കേസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് അതിലുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ഓക്കെ, ഇനി you have just completed an assessment of the patient needs and are discussing full-time care options with his or her spouse. So നമ്മൾ ഇതിൻ്റെ അകത്ത് ആരോടാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ പേഷ്യൻറ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ ഡിസ്കഷൻ. സോ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്?
ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? പേഷ്യൻറ്റിനോടാണോ അതോ പേഷ്യൻറ്റിൻ്റെ വൈഫിനോടോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഹസ്ബൻഡായിട്ട് നിൽക്കുന്ന ആളോടാണോ നമ്മൾ സംസാരിക്കുന്നത്? യു ക്യാൻ കമൻറ്റ് ഇറ്റ് ഡൗൺ. സ്പൗസ്, ബൈസ്റ്റാൻഡർ, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയും പറയാം. സ്പൗസ്, ഓക്കെ. പേഷ്യൻ്റ് സ്പൗസ്, യെസ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ സ്പൗസിനോടാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് പേഷ്യൻ്റ് ഇല്ല, നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ പറ്റി പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്, അതായത് പേഷ്യൻറ്റിൻ്റെ സ്പൗസ്, വൈഫിനോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ റിലേറ്റ് ചെയ്ത്. നെക്സ്റ്റ് നമുക്ക് അപ്പം എല്ലാവർക്കും ഈ ഒരു നഴ്സ് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ വല്ലതും തോന്നുന്നുണ്ടോ? എനി ഡൗട്ട്സ്? യെസ്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് കറക്റ്റാണ്. സ്പൗസിനോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവ്രി വൺ. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ടാസ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്നതാണ് ഫൈൻഡ് ഔട്ട് how the spouse has been managing since your last visit. അപ്പം ഇത് റെഗുലർ വിസിറ്റ് കേസാണോ അതോ ഫസ്റ്റ് വിസിറ്റ് കേസാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇത് റെഗുലർ വിസിറ്റ് ആണോ അതോ ഫസ്റ്റ് വിസിറ്റ് കേസാണോ? ഇത് റെഗുലർ വിസിറ്റ് ആണോ ഫസ്റ്റ് വിസിറ്റ് ആണോ? Can you please comment? Regular. യെസ്, ഇത് റെഗുലർ വിസിറ്റ് ആണ്. ഇനി ഇതെങ്ങനെ, ഇപ്പം ചിലർക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇതെങ്ങനെയാണ് റെഗുലർ വിസിറ്റായി മാറിയത്. ഇതിൽ ഫസ്റ്റ് ടാസ്ക് വായിക്കുക. ഫൈൻഡ് ഔട്ട് ഹൗ ദ സ്പൗസ് ഹാസ് ബീൻ മാനേജിങ് സിൻസ് യുവർ ലാസ്റ്റ് വിസിറ്റ്. നിങ്ങളുടെ അവസാന വിസിറ്റിന് ശേഷം ആ ഒരു വൈഫ് എങ്ങനെയാണ് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ നിങ്ങളുടെ അവസാനത്തെ വിസിറ്റ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇത് റെഗുലർ വിസിറ്റായിട്ട് മാറുന്നത്. ഇതിന് കാർഡ് നമ്പർ ഇല്ല കേട്ടോ മിനിമോൾ. ഇത് ഇപ്പം ജസ്റ്റ് എടുത്തിട്ടിരിക്കുന്ന കാർഡാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നെറ്റ് ഒന്ന് ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ചിലപ്പോൾ ചില നെറ്റ്വർക്ക് ഇഷ്യൂ വല്ലതും ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവും അപ്പോൾ തന്നെ കാർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റീഅഷ്വർ സ്പൗസ് അബൌട്ട് ഹിസ് ഓർ ഹെർ സിറ്റുവേഷൻ. അതായത് എക്സാമ്പിൾ, ഡൂയിങ് ഓൾ ഹി ഓർ ഷീ ക്യാൻ, കെയറിങ് ആൻഡ് വർക്കിംഗ് ഫുൾ ടൈം, ഡിഫിക്കൾട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് റീഅഷ്വർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഉറപ്പ് നൽകുക, അല്ലെങ്കിൽ ഒരു ആശ്വാസം, അല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ജസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. കാരണം വീട്ടിലെ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറയുവാണ്. ഇനി നെക്സ്റ്റ് ഗീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് അവർക്ക് നമ്മുടെ അസസ്മെൻറ്റിൽ നമ്മൾ എന്ത് കണ്ടു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഗീവ് അസസ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. കൺസെൻറ്റ് മോണിറ്ററിംഗ് അല്ല, കോൺസ്റ്റൻറ്റ് മോണിറ്ററിംഗ് ഈസ് നെസസറി. കോൺസ്റ്റൻറ്റ് മോണിറ്ററിംഗ് എന്നുദ്ദേശിക്കുന്നത് കണ്ടിന്യൂവസ് മോണിറ്ററിംഗ് വേണം. അതായത് നമ്മൾ ഇടയ്ക്കൊന്നും ഇടയ്ക്ക് കെയർ ചെയ്യാതെ അങ്ങനെയൊന്നും പേഷ്യൻ്റെ കണ്ടീഷനിൽ പറ്റില്ല. കണ്ടിന്യൂവസ് ആയിട്ട് പേഷ്യൻറ്റിന് നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുമ്പം നമ്മളിങ്ങനെ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു ക്ലോക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ടൈം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതായത് 24 hours എന്നുള്ളതാണ് റൗണ്ട് ദ ക്ലോക്ക്. അതായത് ഒരു ദിവസം മൊത്തം പേഷ്യൻറ്റിന് അസിസ്റ്റൻസ് ലഭിക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ളത്.
സോ ഇതാണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ, അതായത് ഈ ഒരു കേസിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ പറ്റിയൊന്നും പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പേഷ്യൻറ്റിന് കണ്ടിന്യൂസ് കെയർ കൊടുക്കണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് അത്യാവശ്യം മോണിറ്ററിങ് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സോ ഈ 3 ടാസ്കും ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts? Okay, so till now I hope it is clear. ഇനി നമ്മുടെ 4th ടാസ്കിലാണ് നമുക്ക് ചെറിയ ഒരു ഡിഫറൻസ് വരുന്നത്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഈ ബുള്ളറ്റ് പോയിൻറ്റ്സ് വരുമ്പോൾ ഇത് ഒരു 1 2 3 4 5 6 ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത് എന്നുള്ളതാണ് മെജോറിറ്റി ആയിട്ടുള്ള നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ദർ ഇസ് നോ സ്പെസിഫിക് പാറ്റേൺ, അതായത് ഇങ്ങനെയേ ചെയ്യാവൂ അല്ലെങ്കിൽ ഇങ്ങനെയേ പോകാവൂ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് റോൾ പ്ലേക്കകത്തില്ല. അത് ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഔട്ട്ലൈൻ ഓപ്ഷൻസ് ഫുൾ ടൈം കെയറർ ആൻഡ് നഴ്സിംഗ് ഹോം etc. Explore option of spouse giving up work again. അതായത് നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കൊടുക്കാൻ പോവാണ്. ഫുൾ ടൈം കെയററിനെയും നഴ്സിംഗ് ഹോമും. അത് കഴിഞ്ഞ് സെക്കൻഡ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലോർ ഓപ്ഷൻ ഓഫ് സ്പൗസ് ഗിവിങ് അപ്പ് വർക്ക് എഗെയിൻ. അതായത് സ്പൗസ് ഒന്നുകൂടി ജോലി വിടുന്നതിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, അത് പറ്റുമോ എന്നുള്ളത്. അപ്പം നിങ്ങൾ പറയുക ഇതിൽ ഔട്ട്ലൈൻ ഓപ്ഷനാണോ ഫസ്റ്റ് ചോദിക്കേണ്ടത്, അതായത് പറയേണ്ടത്, അതോ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണോ ഫസ്റ്റ് പറയേണ്ടത്? വിച്ച് ഹാസ് മോർ ഇമ്പോർട്ടൻസ്? ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്? എക്സ്പ്ലോർ ഓപ്ഷൻ ഓഫ് സ്പൗസ് ഗിവിങ് അപ്പ് വർക്ക് അഗെയിൻ എന്നുള്ളതിനാണോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം കെയറിൻ്റെ കാര്യം പറഞ്ഞാൽ മതിയോ, അതോ നേരെ തിരിച്ചാണോ? സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. യെസ്, കറക്റ്റാണ്. കാരണം അവർക്ക് ജോലി വിടാൻ പറ്റില്ല എന്നവർ പറഞ്ഞാൽ മാത്രമാണ് ഈ ഫുൾ ടൈം കെയറർ എന്നുള്ളതും നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഓപ്ഷനും ഒരു ഇമ്പോർട്ടൻസ് വരത്തുള്ളൂ. മായ, അജീഷ്, അതിൽ ചെറിയൊരു കറക്ഷനുണ്ട്. നമ്മൾ ഈ ഫുൾ ടൈം കെയറിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പോയിട്ട് നിങ്ങൾക്ക് ജോലി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് കൊണ്ടൊരു കാര്യമുണ്ടോ? അതേസമയം നമ്മളതൊന്ന് തിരിച്ച് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമേ ജോലി വിടുന്ന കാര്യം പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല നഴ്സ്, അതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം നമുക്ക് ജസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫുൾ ടൈം കെയറിനെ പറ്റി എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്തുകൂടാ? മായ, അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ടാസ്ക് എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഈ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സോ ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടാസ്ക്. എക്സ്പ്ലെയിൻ ബെനിഫിറ്റ്സ് ഓഫ് നഴ്സിംഗ് ഹോം ടു ബി ഡിസ്കസ്ഡ് വിത്ത് ദ സ്പൗസ്. അപ്പം നമ്മുടെ നഴ്സിംഗ് ഹോമിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹൈ ലെവൽ ഓഫ് റൗണ്ട് ദ ക്ലോക്ക് കെയർ, അതായത് ഹൈ ലെവൽ ഓഫ് കെയർ ആണ്, അതും 24 hours കെയർ ആണ് പോകുന്നത്. ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ അല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ രീതിയിൽ പേഷ്യൻറ്റിന് കെയർ പോകുന്നതാണ്. ഇനി എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്, അതായത് എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. പേഷ്യൻ്റ് എന്തെങ്കിലും രാത്രി ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ അത് മാനേജ് ചെയ്യാനായിട്ട് അവിടെ ഒരു നഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഉണ്ട്. ഡു ഫൈൻഡ് ഔട്ട് എനി അതർ കൺസേൺസ്. ഇനി വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് കൂടി നമ്മളവിടെ ജസ്റ്റ് ചോദിക്കണം. അപ്പം ഇതും ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടാസ്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്?
Okay, so the next one, advice on choosing nursing home, etc. List of requirements. അതായത് നമ്മൾ ഇനി ഒരു നഴ്സിംഗ് ഹോമിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോവാണ്. അപ്പം ഈ നഴ്സിംഗ് ഹോം ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് പേഷ്യൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പേഷ്യൻറ്റിന് ഇപ്പം അസിസ്റ്റൻസ് വേണം, അതുപോലെ തന്നെ പേഷ്യൻ്റ് എപ്പോൾ കെയർ ആവശ്യം വരും, ഇങ്ങനെയുള്ള ടൈമിങ്സും അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സും എല്ലാം ഒരു ലിസ്റ്റ് ആക്കാനായിട്ട് നമ്മൾ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് വിസിറ്റിംഗ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, അതായത് പല പല നഴ്സിംഗ് ഹോംസ്. നമ്മൾ ഒറ്റ നഴ്സിംഗ് ഹോം പോകാനല്ല പറയുന്നത്, പല പല നഴ്സിംഗ് ഹോമുകളിൽ പോയി നിങ്ങൾ അവരുടെ കാര്യങ്ങളെ, അവിടുത്തെ എന്തൊക്കെയാണ് രീതികൾ എന്നൊക്കെ അറിയുക. അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് ടു ദ സ്റ്റാഫ് ഓർ ദ റെസിഡൻസ്, അവിടെ താമസിക്കുന്നവരായിട്ടോ സ്റ്റാഫുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണ്, ഇവിടുത്തെ റെസിഡൻസിന് എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ, കാരണം ഇവർക്ക് കംഫർട്ടബിൾ ആണെങ്കിലേ നമ്മുടെ ഹസ്ബൻഡിന് ഇവിടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവത്തുള്ളൂ. ഇനി ഓഫർ ടു സജസ്റ്റ് ലോക്കൽ നഴ്സിംഗ് ഹോംസ് ഫോർ കൺസിഡറേഷൻ. അപ്പം ഈ കേസിൽ അപ്പോൾ അവർ ജസ്റ്റ് ചോദിക്കുവാണ് നമ്മളോട്, ഇവിടുത്തെ നഴ്സിംഗ് ഹോംസ് ഏതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമോ, ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഫെമിലിയർ അല്ല എന്നുള്ള രീതിയിൽ അവർ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും നഴ്സിംഗ് ഹോംസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ടാസ്ക് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ. ഇനി നമുക്ക് 3 minutes ടൈമിൽ, അതായത് നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്കിതിൽ ആരുടെ പേരാണ് ചോദിക്കേണ്ടത്? പേഷ്യൻറ്റ് ഓർ ദ ബൈസ്റ്റാൻഡർ? അതായത് സ്പൗസിൻ്റെ ആണോ അതോ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പേരാണോ ചോദിക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ആരുടെ പേരാണ് ഈ റോൾ പ്ലേക്കകത്ത് നമ്മൾ ചോദിക്കേണ്ടത്? സ്പൗസ് ഓർ ദ പേഷ്യൻറ്റ്? യെസ്, ഇറ്റ് ഇസ് മീ. സ്പൗസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൗസ് നെയിം, സ്പൗസ്, ബോത്ത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സ്പൗസിൻ്റെ വേണോ അതോ ആരുടെ പേരാണ് നമുക്ക് ചോദിക്കേണ്ടത്? ഓക്കെ, സോ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സ്പൗസ് ആൻഡ് പേഷ്യൻറ്റ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൽ 2 പേരുടെയും പേര് ചോദിക്കേണ്ട എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമുക്കൊരു റെഗുലർ വിസിറ്റ് കേസാണ്. ഇപ്പം ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ ഓഫ് യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പം ഇതിൽ നമുക്ക് 2 പേരുടെയും പേര് 3 minutes ടൈമിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ മേ ഐ അഡ്രസ് യു ആൻഡ് ദ പേഷ്യൻറ്റ്? നമ്മൾ അങ്ങനെ ഒരു രീതി ചോദിക്കുന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേരും അല്ല 3 minutes ടൈമിൽ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതൊരു വാട്ട് കേസൊക്കെ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു പേഷ്യൻറ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം. കോൺവെർസേഷനിൽ വരുമ്പം ഇഫ് ഐ ആം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ഇപ്പം ജേക്കബ്സ് റിലേറ്റീവ് അല്ലെങ്കിൽ ജേക്കബ്സ് ബൈസ്റ്റാൻഡർ, ഇന്നയാളോടല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് റെലവൻ്റ് ആണ്. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഹസ്ബൻഡ് ഓൾറെഡി ഫെമിലിയറാണ്, അതുപോലെ തന്നെ വൈഫും നമുക്ക് ഫെമിലിയറാണ്. അപ്പം വൈഫിൻ്റെ പേര് മാത്രമാണ് നമുക്ക് 3 minutes ടൈമിൽ ചോദിക്കേണ്ടത്. അതെല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ? ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത് നോൺ കേസാണ്. അതെ, നോൺ കേസ് തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ പേര് വെച്ച് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നതാണ്. കാരണം ഇപ്പം നമ്മളൊരു മകളോടാണ് സംസാരിക്കുന്നത്, ഓക്കെ ഐ കംപ്ലീറ്റഡ് ജോൺസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റ്ഫുൾ വേ ആണോ? റെക്കോർഡിൽ അപ്പോൾ പേഷ്യൻ്റ് നെയിം വേണ്ടേ? ജിനി ജോയ്, നമ്മളിത് റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ല ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. നമ്മൾ പേഷ്യൻറ്റിനെ പ്രോഗ്രസ് ചെക്ക് ചെയ്തു. ഇനി പേഷ്യൻറ്റിൻ്റെ വീട്ടിലുള്ള പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്ന ആളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ല, യു ക്യാൻ ജസ്റ്റ് സേ യുവർ ഹസ്ബൻഡ്.
കാരണം ഈ രണ്ട് പേരുകൾ വെച്ച് നമുക്ക് 3 minutes ടൈമിൽ ചോദിക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട് മുൻപ്, അതുകൊണ്ട് തന്നെ ഈ സ്പൗസ് നമുക്ക് ഫെമിലിയർ ആണ്. സോ അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഗുഡ് മോർണിംഗ് എലിസബത്ത് എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 minutes ടൈമിൽ ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ, എങ്ങനെയാണ് റോൾ പ്ലേ സമയത്ത് നിങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ ജസ്റ്റ് ഒരു പേര് പറഞ്ഞു. ആ പേര് നിങ്ങളുടെ ടാസ്കിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. അതായത് നമുക്കിനി അവരെ പേര് വിളിച്ച് അഡ്രസ്സ് ചെയ്യണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ പേര് ചോദിച്ചു. അപ്പം ഗുഡ് മോർണിംഗ് എലിസബത്ത് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ കേസ് ഹസ്ബൻഡ് നെയിം കാർഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും യുവർ ഹസ്ബൻഡ് എന്ന് തന്നെ പറഞ്ഞാലും മതി. കാരണം പേര് വിളിക്കുന്നത് എല്ലാവരും അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരു രീതിയല്ല, എസ്പെഷ്യലി നമ്മൾ കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ട് പോകണമെന്നുള്ളതുകൊണ്ട്. ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ? യെസ് ബിനിഷ ചോദിക്കാവുന്നതാണ്, കറക്റ്റ് രീതിയാണ്. ഇനി ഇതിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എലിസബത്ത് ആൻഡ് വെൻ എവർ യു ആർ ഗ്രീറ്റിംഗ് എ പേഴ്സൺ, നമ്മുടെ അപ്പുറത്തിരിക്കുന്നയാളെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്ലസൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആ ഒരു ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ബിക്കോസ് ഒരു വോയിസ് റെക്കോർഡിംഗ് ടെസ്റ്റാണ്, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ടെസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ടോണും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ കോൺവെർസേഷനിൽ റിഫ്ലക്റ്റ് ആവാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ പ്ലസൻ്റ് ആയിട്ട് വളരെ ചിരിച്ചുകൊണ്ട് നല്ലൊരു ഇൻട്രോ എടുക്കാം. ഗുഡ് മോർണിംഗ് എലിസബത്ത് ഇത് പറഞ്ഞു. നെക്സ്റ്റ്, ഐ ഹോപ്പ് യു റിമെമ്പർ മീ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത കേസ് ആയതുകൊണ്ട് തന്നെ ഇൻട്രോ കൊടുക്കുന്നത് ഓപ്ഷണലാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഇൻട്രോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ വൺസ് അഗെയിൻ മൈ നെയിം ഇസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രോ കൊടുക്കാവുന്നതാണ്. വൺസ് അഗെയിൻ മൈ നെയിം ഇസ്. ആൻഡ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച്, അതായത് നമ്മുടെ ഈ ഒരു റോൾ പ്ലേ കാർഡിൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ വരുന്നത് എന്നൊന്നും തന്നിട്ടില്ല. നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്യണം, അതായത് റെഗുലർ വിസിറ്റ്സ് പോകുന്നത് കൂടുതലും നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ആം എ നഴ്സ് ഫ്രം ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. പൊതുവേ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് വരിക വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ്, ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി കോമൺ ഇൻട്രോ വിച്ച് ഹാപ്പൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ നമുക്ക് ലെറ്റ് മീ റിമൈൻഡ് യു വൺസ് അഗെയിൻ. ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷണലാണ്, ഇൻട്രോ കൊടുക്കണമെന്നില്ല. കാരണം അവർക്ക് നമ്മൾ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് അറിയായിരിക്കും. ഇനി എലിസബത്ത്, താങ്ക് യു ഫോർ അലൗവിങ് മീ ടു അസസ് യുവർ ഹസ്ബൻഡ്. ഇങ്ങനെ തുടങ്ങാമോ? കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ തുടങ്ങുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അവിടെ ആ അസസ്മെൻറ്റിൽ നമ്മൾ എന്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം കുറച്ചുകൂടി ഓർഗനൈസേഷൻ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. കാരണം ഇപ്പം സുജ പറഞ്ഞൊരു പാറ്റേണിലാണെങ്കിൽ 3rd ടാസ്കിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd പോയി, പിന്നെ ഫസ്റ്റ് ടാസ്കിൽ പോയി, പിന്നെ 2nd വന്ന്, പിന്നെ 4th പോകണം. അപ്പം അങ്ങനെ വരുമ്പം ഓർഗനൈസ് ചെയ്യാം എന്ന് അത്യാവശ്യം കുഴപ്പമില്ല, ഐ ക്യാൻ മാനേജ് എന്നാണെങ്കിൽ ഓക്കെയാണ്, പ്രശ്നമില്ല. സോ ഫസ്റ്റ് ടാസ്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ് ഇൻ ദ ഫസ്റ്റ് ടാസ്ക്? ഇനി ഓക്കെ, അത് വർക്കിംഗ് ഇൻ ദ നിയർ ബൈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. വർക്കിംഗ് ഇൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഐ ആം കമ്മിങ് ഫ്രം ദ നിയർ ബൈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സുജ ഏതാണ് വൺസ് അഗെയിൻ പറയേണ്ടത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ ഒന്ന് ഇടാമോ? സോ നെക്സ്റ്റ്, okay, so far I think it's clear for everyone. So next we are moving on to the next task, that is reassure spouse. Reassurance നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അതായത് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകുക എന്നുള്ളത്. ഫസ്റ്റ് ടാസ്ക് ഓക്കെ, നമ്മളത് വിട്ടുപോയായിരുന്നല്ലേ, അത് പറയാനായിട്ട് വിട്ടുപോയി, സോറി. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ചെന്നു, ഒന്ന് ഗ്രീറ്റ് ചെയ്തു, നമ്മൾ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തു, നമ്മൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ചോദിക്കാൻ പറ്റുന്നത് ഫൈൻഡ് ഔട്ട് ഹൗ സ്പൗസ്. ഫൈൻഡ് ഔട്ട് എന്നുള്ളത് കണ്ടെത്തുക.
ഓക്കെ, കണ്ടെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വെൽ മിസ് എലിസബത്ത്, ക്യാൻ യു പ്ലീസ് ടെൽ മീ ഹൗ യു ഹാവ് ബീൻ മാനേജിങ് ഹിം സിൻസ് മൈ ലാസ്റ്റ് വിസിറ്റ്. എൻ്റെ ലാസ്റ്റ് വിസിറ്റിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ, അവിടം വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? My name is Benusha Surendran, one of registered nurse working in this community. വർക്കിംഗ് ഇൻ ദിസ് പറയുമ്പം ഹോം വിസിറ്റ് മാറിപ്പോവും, അതാണ് മെയിൻ പ്രശ്നം. ഈ വർക്കിംഗ് ഇൻ ദിസ് പറയുമ്പം ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന് നമ്മൾ പറയത്തില്ലേ, ദിസ് അത് പറയുന്നതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്. അപ്പം ഐ ആം ദ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ഫ്രം പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഐ ആം കമ്മിങ് ഫ്രം the nearby community health center, or I come from nearby. I am coming from aanu Pramod. Okay, so find out how the spouse has been managing since your last visit. Idana nammade first. If you don't mind, could you please explain ennu parayan pattuvo? If you don't mind, could you please explain me how you have been managing him since my last visit? പറയാം, പക്ഷെ അത് കുറച്ചുകൂടെ ലെങ്തി ആകും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ജോസ്മിൻ അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ്, അപ്പം ഈ ഒരു ടാസ്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവ്രി വൺ. The next one is reassure spouse about his or her situation. Example, doing all she or he can, കെയറിങ് ആൻഡ് വർക്കിംഗ് ഫുൾ ടൈം, ഡിഫിക്കൾട്ട്, അതായത് എല്ലാം പുള്ളിക്കാരിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെയറിങ്ങും പിന്നെ വർക്കിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കവിടെ ഇതിൽ നമുക്ക് പക്ക റീഅഷ്വറൻസ് ഫ്രേസസ് യൂസ് ചെയ്യുന്നതിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് പറയുന്നതിലും നല്ലത് ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ you have been, how well you were able to manage your husband since my last visit. ചെറിയ കറക്ഷൻ ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പം റീഅഷ്വറൻസ് ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് പക്ക റീഅഷ്വറൻസ് ഫ്രേസസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റുന്നത് ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് ഐ ക്യാൻ ഗീവ് യു സം സജഷൻസ് ടു മാനേജ് ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ മാനേജ് യുവർ കറൻറ്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മാനേജ് ചെയ്യാൻ വേണ്ടി എനിക്ക് നിങ്ങൾക്ക് സജഷൻസ് തരാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുവാണ്. കാരണം ഇതിൽ നമുക്ക് പക്ക റീഅഷ്വറൻസസ് ആയിട്ടൊന്നും ഇറ്റ് ഇസ് നത്തിങ് ടു ബി അലാംഡ് അബൌട്ട് ഒന്നും പറയാനുള്ളൊരു സിറ്റുവേഷൻ ഇതിലില്ല. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇനി ഗീവ് അസസ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്, കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ്. വെൽ, ഐ ഹാഡ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ ഓഫ് യുവർ ഹസ്ബൻഡ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു റിഗാർഡിംഗ് ദാറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഇനി in your husband's present condition, he requires constant monitoring and round the clock assistance. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ മൈ വേർഡ്സ്. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊരു സെൻറ്റൻസ് അവിടെ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു യെസ് നാസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് വരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ടിൽ നൗ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവ്രി വൺ. ഇനി ഔട്ട്ലൈൻ ഓപ്ഷൻസ് ഓഫ് ഫുൾ ടൈം കെയർ നഴ്സിംഗ് ഹോം. ഫുൾ ടൈം കെയറർ എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് നഴ്സിംഗ് ഹോം എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പം ഒറ്റയടിക്ക് ഇത് രണ്ടും കൂടി കൊണ്ടുപോയി പുഷ് ചെയ്യരുത്. നമുക്ക് ആദ്യമേ ഒന്ന് കൊടുക്കാം, അവർ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഓക്കെ, സോ ആദ്യമേ നമ്മൾ ചോദിക്കാൻ പോകുന്ന കാര്യം, so based as I had mentioned about your husband's condition, so will you be able to quit your job again? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പോൾ അവർ പറഞ്ഞു നോ നഴ്സ്, ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, എന്നെ കൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല. കാരണം ഇപ്പോഴാണ് ഈ ഒരു 2 വർഷത്തെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് അവരുടെ ഫാമിലി ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിളായി വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെയും ജോലി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിന് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്പൗസ് പറയുകയാണ് ഇല്ല നഴ്സ് അതൊന്നും പറ്റത്തില്ല. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് I think it would be better if we think about a full-time carer. So, can I give you some more explanation about it? ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ തരട്ടെ. അപ്പോൾ അവർ പറഞ്ഞു യെസ് നഴ്സ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത് എ ഫുൾ ടൈം കെയറർ ഹു ക്യാൻ സ്റ്റേ അറ്റ് യുവർ ഹോം ആൻഡ് പ്രൊവൈഡ് കെയർ ഫോർ യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് കെയർ കൊടുക്കാൻ വേണ്ടി നമുക്കൊരാളെ അറേഞ്ച് ചെയ്യാം. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഒരു കാര്യത്തെ പറ്റി? ഓക്കെ ആണോ? അപ്പം ഇൻ ദിസ് റോൾ പ്ലേ ദിസ് വൈഫ് ഇസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ വിത്ത് എ ഫുൾ ടൈം കെയറർ. ഇങ്ങനൊരു ഓപ്ഷനിൽ ആ ഒരു വൈഫ് തീരെ സാറ്റിസ്ഫൈഡ് അല്ല. വൈഫ് പറയുന്നത് അത് സേഫ് അല്ലല്ലോ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഇത് ഇപ്പം അത്രയ്ക്ക് സേഫ് അല്ല, അല്ലെങ്കിൽ ഇത് റിസ്ക് അല്ലേ, എന്ത് വിശ്വസിച്ച് നമ്മൾ ഒരാളുടെ അടുത്ത് വിട്ടിട്ട് പോകും, ഞാൻ ജോലിക്ക് പോകുന്നതല്ലേ, എന്തെങ്കിലും എമർജൻസി വന്നാലോ ഞാൻ അറിയത്തില്ലല്ലോ, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഇതിൻ്റെ അകത്ത് സ്പൗസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞപ്പം ഓക്കെ, സോ another option which I can give is a nursing home. So can I tell you the benefits of the nursing home? ഞാൻ അതിൻ്റെ ബെനിഫിറ്റ്സ് പറയട്ടെ. സോ നഴ്സിംഗ് ഹോം എന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു, അവിടെ നിന്ന് നേരെ ബെനിഫിറ്റ്സ് ഓഫ് നഴ്സിംഗ് ഹോമിലേക്ക് നമ്മൾ വന്നു. സോ ടിൽ നൗ ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവ്രി വൺ? എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. Can you please comment down whether it is clear or not? Okay, so I hope it is clear. ഇനി നെക്സ്റ്റ് നമ്മൾ ബെനിഫിറ്റ്സ് പറഞ്ഞോട്ടെ. അതായത് ഈ ബെനിഫിറ്റ്സ് പറഞ്ഞോട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്നത് ജസ്റ്റ് ടു ഷോ ദാറ്റ് ദ സ്പൗസ് ഇസ് വെരി ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് അവർ നഴ്സിംഗ് ഹോം ബെനിഫിറ്റ്സ്. നഴ്സിംഗ് ഹോമിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി അറിയാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ജസ്റ്റ് അവരുടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മേ ഐ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. അപ്പം വെൽ ഇൻ ദ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ദ നഴ്സിംഗ് ഹോം ഹാസ് സെവറൽ ബെനിഫിറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ യുവർ ഹസ്ബൻഡ് വിൽ ബി പ്രൊവൈഡഡ്. ഇതിൽ നമുക്ക് ഉറപ്പുണ്ട് പേഷ്യൻറ്റിന് ഇത്ര കാര്യങ്ങൾ അല്ലെ ഇത്ര ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ യുവർ ഹസ്ബൻഡ് വിൽ ബി ഡെഫിനറ്റ്ലി പ്രൊവൈഡഡ്. അതായത് ഉറപ്പായിട്ടും പേഷ്യൻറ്റിന് ഹൈ ലെവൽ ഓഫ് റൗണ്ട് ദ ക്ലോക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് പറയാൻ പോകുന്നത് first of all your husband will be provided high level of round the clock care which would be very helpful for his present condition. ഹസ്ബൻഡിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വച്ച് നല്ല റൗണ്ട് ദ ക്ലോക്ക് കെയർ കിട്ടുവാണെങ്കിൽ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇസ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്. പ്ലീസ് ഡോണ്ട് വറി. The nursing home has a lot of experienced doctors and nurses to take care of his condition, and if there is any kind of worsening അല്ലെങ്കിൽ if there is any difficulties that he experienced, the nurses and doctors can definitely manage his condition. So you can set your mind at ease. ഇതിൽ നമ്മൾ അവരോട് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് കെയർ മാത്രമല്ല, എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആണ് നമുക്കവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ വൈഫ് ഓടിപ്പിടിച്ച് വരേണ്ട ആവശ്യമില്ല. നമുക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഉണ്ട്. സോ അവരത് ടേക്ക് കെയർ ചെയ്തോളും. നിങ്ങളതോർത്ത് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അതായത് നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ പരമാവധി അവർക്ക് കംഫർട്ടബിൾ ആക്കുക ചെയ്യുന്നത്. അതായത് ഇപ്പം ഫുൾ ടൈം കെയർ പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് പറഞ്ഞ് അവരെ മാക്സിമം കംഫർട്ട് ചെയ്യുക. ആ ഒരു ഓപ്ഷനാണ് എന്തുകൊണ്ടും ബെസ്റ്റ്. ഇതിൽ വേറെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത്.
യെസ് ഗായത്രി, ഫസ്റ്റ് നമുക്ക് നെയിം ചോദിക്കാവുന്നതാണ്. ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ നെയിം ചോദിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്നൊന്ന് കേൾക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടാസ്ക്കാണ്. ഇനി ഈ ലാസ്റ്റ് ടാസ്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ചെറിയൊരു ടാസ്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് എനി അതർ കൺസേൺസ്. സോ ഡു യു ഹാവ് എനി കൺസേൺസ് റിഗാർഡിംഗ് ദ നഴ്സിംഗ് ഹോം? നിങ്ങൾക്ക് നഴ്സിംഗ് ഹോമിനെ പറ്റി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നഴ്സ് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല, പക്ഷേ ഏത് നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഒരു നല്ല നഴ്സിംഗ് ഹോം ഏതാണ്? നമ്മുടെ നാട്ടിൽ പൊതുവേ വരുന്നൊരു കൺഫ്യൂഷനാണ് ഇപ്പം ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ക്ലിനിക് നല്ലതാണ്. കാരണം ഒരുപാട് നഴ്സിംഗ് ഹോംസ് ഉണ്ടാവും ഒരു ലൊക്കാലിറ്റിയിൽ. അപ്പം അവർ ജസ്റ്റ് ചോദിക്കുവാണ്, ഏത് നഴ്സിംഗ് ഹോമാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലൊരു കൺഫ്യൂഷനുണ്ട്. ഓക്കെ, ഐ അപ്രിഷിയേറ്റ് യുവർ കൺസേൺ. നിങ്ങളുടെ കൺസേണിനെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, it is really important to make a list of requirements for your husband. നിങ്ങളുടെ ഹസ്ബൻഡിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. പറഞ്ഞു. ആർ യു ഓക്കെ വിത്ത് ദാറ്റ് ചോദിച്ചു. കാരണം പേഷ്യൻറ്റിന് ഓൾറെഡി നമുക്ക് ഓരോ നഴ്സിംഗ് ഹോമിലേക്ക് പുള്ളിയെ ഇങ്ങനെ അലയിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വൈഫിനോട് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് ഐ അഡ്വൈസ് യു. അപ്പം നമ്മുടെ സെക്കൻഡ് അഡ്വൈസാണ്, ഐ വുഡ് അഡ്വൈസ് യു ടു വിസിറ്റ് ഡിഫറെൻറ്റ് നഴ്സിംഗ് ഹോംസ് ഇൻ ദിസ് ലൊക്കാലിറ്റി. സോ ഡു യു തിങ്ക് യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ സാധിക്കും എന്ന്? കാരണം ചിലവർ പറയുമല്ലോ, ഇല്ല നഴ്സ് അത് ഭയങ്കര മെനക്കേടാ, ഇങ്ങനെ ഓരോ ഇടത്ത് പോയി ഒരുപാട് ടൈം പോവും, എഫേർട്ട് കുറേ ഇടണം. ചിലർ പറയും ഇല്ല പറ്റത്തില്ല, തിരക്കുള്ള ലൈഫാണ്, അപ്പം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ചോദിക്കുന്നത്, ഡു യു തിങ്ക് യു വിൽ ബി ഏബിൾ ടു ഡു ദാറ്റ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ സാധിക്കും? അല്ല അത്രയും ടൈം ഇട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി നെക്സ്റ്റ്, സ്പീക്കിംഗ് ടു ദ സ്റ്റാഫ്സ് ഓർ ദ റെസിഡൻസ്. I recommend you to speak with the residents or the staffs to know the comfort level for your husband. നിങ്ങളുടെ ഹസ്ബൻഡിന് എത്ര കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളത് അറിയാനും, to know more about the rules and regulations of the nursing home. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഇനി ഹൗ ഡു യു ഫീൽ അബൌട്ട് മൈ അഡ്വൈസ്? ഞാൻ തന്നൊരു അഡ്വൈസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സോ ടിൽ നൗ ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവ്രി വൺ? എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഐ ഹോപ്പ് യു ക്യാൻ ഡു ദാറ്റ്. നമുക്ക് പറയാം. യെസ്. ഇനി ഇതിൽ നഴ്സ് ഞാൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യാൻ വില്ലിങ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറയുവാണെങ്കിൽ, ഐ അപ്രിഷിയേറ്റ് യുവർ വില്ലിങ്നെസ് ടു ഡു ഓൾ ദീസ് ഫോർ യുവർ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ജസ്റ്റ്, അതായത് അവർ നമ്മൾ ഇത്രയും ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അപ്പോൾ അവർ ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് അവരെ ഒന്ന് എന്താ പറയുക, ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്ത് നിർത്തുക. അതായത് നല്ലൊരു കാര്യമാണ്, നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്യാൻ വില്ലിങ് ആവുന്നല്ലോ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത്രയൊക്കെ എന്താ പറയുക എഫേർട്ട് ഇടാൻ റെഡിയാണ് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളത് പറഞ്ഞു. സോ ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വേണോ? Okay, so I hope it is clear till now. ഇനി നെക്സ്റ്റ്, ഓഫർ ടു സജസ്റ്റ് ലോക്കൽ നഴ്സിംഗ് ഹോംസ് ഫോർ കൺസിഡറേഷൻ. അപ്പം നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുറച്ച് നഴ്സിംഗ് ഹോംസിൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലീഫ്ലെറ്റ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത്. അതായത് ഇന്ന നഴ്സിംഗ് ഹോംസ് ആണ് ഇവിടെ കുറച്ച് നല്ലതായിട്ടുള്ളത്. അപ്പം ഇതിൽ സ്പൗസ് ചോദിക്കുന്ന നഴ്സ്, എനിക്ക് ഇവിടുത്തെ നഴ്സിംഗ് ഹോംസ് ഒന്നും അത്രയ്ക്ക് ക്ലിയർ അല്ല അല്ലെങ്കിൽ പരിചയമില്ല, സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാവുന്നതാണ്. Okay, I can definitely provide you a leaflet which includes the local nursing homes in this locality. So which would be very comfortable for you to visit in case if your husband is going to stay there. Husband അവിടെ പോയി താമസിക്കുകയാണെങ്കിലും ഈ ലൊക്കാലിറ്റിയിൽ തന്നെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാനും വരാനും ഒക്കെ എളുപ്പമുണ്ടാകും. It would be much comfortable for you. അപ്പം അവർ പറഞ്ഞു, യെസ് നഴ്സ്, അത് നല്ലൊരു ഓപ്ഷനാണ്,
അപ്പോൾ നമുക്ക് ജസ്റ്റ് പറയാം ഓക്കെ സോ യു മേ ഡിസ്കസ് ഓൾ ദീസ് തിങ്സ് വിത്ത് യുവർ ഹസ്ബൻഡ് ആൻഡ് ലെറ്റ് മീ നോ. കാരണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഹസ്ബൻഡുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക, അത് കഴിഞ്ഞ് എന്നെ അറിയിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? Okay, so till now I hope it is clear for everyone. So last ആയിട്ട് നമ്മൾ ജസ്റ്റ് പറയുന്നത് here is a leaflet. നമ്മൾ ലീഫ്ലെറ്റ് കൊടുത്തുകൊണ്ട് യു ആർ ഗോയിങ് ടു കൺക്ലൂഡ് യുവർ കോൺവെർസേഷൻ. ലീഫ്ലെറ്റ് കൊടുത്ത് ഹിയർ ഇസ് എ ലീഫ്ലെറ്റ് വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു ലുക്ക് ഓൺ വാട്ട് ഓൾ ആർ ദ ലോക്കൽ നഴ്സിംഗ് ഹോംസ് ഇൻ യുവർ ലൊക്കാലിറ്റി. സോ you may discuss it with your husband and let me know regarding the decision. നിങ്ങളുടെ തീരുമാനത്തെ പറ്റി. I have a list of nursing homes which is nearby so that you can visit him അല്ല visit him. Okay, പുള്ളിക്കാരനെ വിസിറ്റ് ചെയ്യാം. You can visit him and comfort him daily. Yes, നമുക്ക് പറയാവുന്നതാണ് റീറ്റമ്മ ചാക്കോ. യെസ് പറയാം. ഇനി ലാസ്റ്റ് ഓക്കെ സോ താങ്ക് യു ഫോർ യുവർ ടൈം എലിസബത്ത്. സോ ഐ ഹോപ്പ് you will come to a quick decision. പെട്ടെന്നൊരു തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ എവ്രി വൺ. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഡൗൺ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ ടോപ്പിക്കിൽ? ഇനി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ? Okay, so I hope everybody got a very good idea about this role play card. ഇനി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള ടോപ്പിക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റീത്തമ്മ ചാക്കോ അതൊന്ന് ക്ലിയർ ആയിട്ട് ഇടാമോ? ഓക്കെ, താങ്ക് യു എവ്രി വൺ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഈ സെഷൻ. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് മാം ഇൻട്രൊഡക്ഷൻ ക്യാൻ യു ടെൽ അഗെയിൻ? ഇൻട്രൊഡക്ഷൻ നമ്മൾ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇൻട്രോ കൊടുക്കുമ്പോൾ ഐ ഹോപ്പ് യു റിമെമ്പർ മീ എന്നുള്ളതാണ് നമ്മുടെ ഇൻട്രോ പോകുന്നത്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ ഓർമ്മയുണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നഴ്സ് ഓർമ്മയുണ്ട്. ഓക്കെ, സോ ക്യാൻ യു പ്ലീസ് ടെൽ മീ ഹൗ യു ഹാവ് ബീൻ മാനേജിങ് ഹിം സിൻസ് മൈ ലാസ്റ്റ് വിസിറ്റ്. ഞാൻ അവസാനം വിസിറ്റ് ചെയ്ത് പോയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നഴ്സ്, അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഞാൻ അത്യാവശ്യം ഭയങ്കര പാടായിരുന്നു, എന്നാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മിനിമോൾ. ഇനി വേറെ എന്തെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഒരു ലൈവ് സെഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ മാം പറയുമ്പോൾ ക്ലിയർ ആണ്. ഞങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊന്നും വരുന്നില്ല. അതിനുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സിൽ ക്ലാസ്സസ് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ലൈവ് സെഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ലൈവ് സെഷനിൽ വരുമ്പം ആ ടോപ്പിക്സ്, അതായത് റോൾ പ്ലേ കാർഡ് അല്ലാതെ ആ ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാമോ? യെസ് പറയാം. ഓക്കെ, ഒരു നെയിം മെൻഷൻ ചെയ്യണ്ടേ? അവർ നെയിം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അതായത് വൺസ് അഗെയിൻ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. കാരണം ഇപ്പം നമ്മൾ ഒരാൾ പറയുവാണ് നഴ്സ് എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇൻട്രോ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. യെസ് പറയാം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണോ നിങ്ങളുടെ ഡൗട്ട്? അതായത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് റോൾ പ്ലേസ് വരുമ്പോൾ എങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണോ നിങ്ങളുടെ ഡൗട്ട്? സൈക്കോളജിക്കൽ പേഷ്യൻസിൻ്റെ കേസസും അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ്
ഒരു മിനിറ്റും കൂടെ ടൈമുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇഫ് വി ആസ്ക് ബോത്ത് നെയിംസ് എനി മാർക്ക് ഡിഡക്ഷൻ? ബോത്ത് നെയിംസ് ചോദിക്കുന്നതുകൊണ്ട് മാർക്ക് ഡിഡക്ഷൻ ഒന്നുമില്ല ഷ്നോയ്, പക്ഷേ പറഞ്ഞു വരുമ്പോൾ തിരിഞ്ഞു പോകരുത്. ഇപ്പം ഐ ക്യാൻ ഗിവ് യു എ വെരി സിമ്പിൾ എക്സാമ്പിൾ. നോഹ ആൻഡ് എലിസബത്ത്. നോഹ എന്ന് പറയുന്ന ഒരു പേര് പെട്ടെന്ന് കേൾക്കുമ്പോൾ വി മേ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് എ മെയിൽ ഓർ എ ഫീമെയിൽ, ഒരു കൺഫ്യൂഷനുണ്ട്. സോ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇപ്പം നോഹ എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേരും എലിസബത്ത് എന്ന് പറയുന്നത് വൈഫിൻ്റെ പേരും ആണെങ്കിൽ പറഞ്ഞു വരുമ്പം ഇടയ്ക്ക് ഓക്കെ നോഹ എന്ന് പറഞ്ഞ് പോവേണ്ടി വരരുത്. നമ്മളവിടെ ക്ലിയറായിട്ട് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അത് ചെയ്യുന്നത്. Ma'am, will you do one reluctant patient role play? Yes, I can do a reluctant patient role play. Home visit. കൃപ മറിയം, ഹോം വിസിറ്റ് റെഗുലർ വിസിറ്റ് ആണോ ഉദ്ദേശിക്കുന്നത് അതോ ജനറലി ഉള്ളൊരു ഹോം വിസിറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇനി ഒരു സെഷൻ മാം എല്ലാ സെറ്റിങ്ങും ഇൻട്രൊഡക്ഷൻ എടുക്കാവോ? എല്ലാ സെറ്റിങ്ങുകളും ഓക്കെ. മാം അടിപൊളി എക്സ്പ്ലനേഷൻ ആണ്. നോ വൺ ക്യാൻ ഗെറ്റ് എ ബെസ്റ്റ് ട്യൂട്ടർ ലൈക്ക് യു. വി ആർ സോ ഗ്രേറ്റ്ഫുൾ മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ യു ക്യാൻ കമൻറ്റ് ഡൗൺ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇടുവാണെങ്കിലും ഞാൻ നെക്സ്റ്റ് ലൈവ് സെഷനിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന ലൈവ് സെഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. Can I ask more questions togetherly in a single stretch to the patient? Yes, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അത്യാവശ്യം ഗ്യാദർ ചെയ്യാനുള്ള ഇൻഫോർമേഷനൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ജനറൽ ക്വസ്റ്റ്യൻസ് ഓക്കെ, ജനറൽ ഹോം വിസിറ്റ് ആണ് വേണ്ടത്, ഓക്കെ, നമുക്കത് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് സെഷനിൽ ഞാൻ പരമാവധി നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. 1 പീഡിയാട്രിക് കേസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ വാർഡ്. യെസ്, ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ് ദിസ് സെഷൻ. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ഡൗൺ ചെയ്യുക. സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും യു ക്യാൻ കമൻറ്റ് ഇറ്റ് ഡൗൺ. So thank you everyone.